ഹായ് ഫ്രണ്ട്സ്, സുഖമാണല്ലോ എല്ലാവർക്കും. ഇന്ന് നമ്മളല്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഇംഗ്ലീഷ് സീരീസ് ഫസ്റ്റ് ലെസൺ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷ് പഠനം സീരിയസ് ആയി കാണുന്ന ഏതൊരാൾക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയുക എന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അത് ചെറിയ രീതിയിൽ പറഞ്ഞിരുന്നു. മീൻസ് പ്രസൻറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വി ആർ ഇൻ ദ മിഡിൽ ഓഫ് ഡൂയിങ് സംതിങ്, അത്തരം കോണ്ടെക്സ്റ്റുകളിൽ എങ്ങനെയാണ് സംസാരിക്കുക എന്നാണ് ഇന്ന് പഠിക്കുന്നത്. ആം, ഈസ്, ആർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പ്രസൻറ്റ് സിമ്പിൾ അതല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ഗ്രമാറ്റിക്കൽ ടേം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേക്കുറിച്ച് പറയുകയാണ്. ഞാൻ പഠിക്കുകയാണ്, അതല്ലെങ്കിൽ ഞാൻ എഴുതുകയാണ്, ഞാൻ ജോലി ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നത്, അതുപോലെ ആം, ഈസ്, ആർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എനിവേ, യു ഓൾ ആർ അഗെയിൻ വെൽക്കം ടു അവർ ക്ലാസ്. ഒരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം. ആൻ ഈസ് ഇൻ ഹെർ കാർ. ആൻ ഈസ് ഇൻ ഹെർ കാർ. ഷീ ഈസ് ഓൺ ഹെർ വേ ടു വർക്ക്. ഷീ ഈസ് ഓൺ ഹെർ വേ ടു വർക്ക്. ഷീ ഈസ് ഡ്രൈവിംഗ് ടു വർക്ക്. ഷീ ഈസ് ഡ്രൈവിംഗ് ടു വർക്ക്. എന്താണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ആൻ അവരുടെ കാറിലാണുള്ളത്. അവർ അവരുടെ ജോലിസ്ഥലത്തേക്ക് പോവുകയാണ്. അവർ അങ്ങോട്ട് വാഹനം ഡ്രൈവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണും. അതിപ്പോൾ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത്തരം കോണ്ടെക്സ്റ്റുകളിലാണ് മെയിൻലി നമ്മൾ ആം, ഈസ്, ആർ എന്നുപയോഗിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഞാൻ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ ചെയ്യുകയാണ്, എങ്ങനെയും പറയാം. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് അതേ സമയം നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അപ്പോൾ തന്നെ പറയുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എങ്ങനെയാണത് പറയുന്നത്? നമ്മളെക്കുറിച്ച് പറയുമ്പോൾ, മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഒരുപാട് ആളുകളെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. റൈറ്റ്? അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിളാണ്. സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ING. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ING. ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മളിപ്പോൾ കുറച്ച് വെള്ളം കുടിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഞാൻ പറയുന്നു ആം ഡ്രിങ്കിങ് വാട്ടർ. ഞാൻ വെള്ളം കുടിക്കുകയാണ്. ആം ഡ്രിങ്കിങ് വാട്ടർ. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അതേസമയം ആനിനെ കുറിച്ച് പറയുകയാണ് നമ്മൾ. നേരത്തെ നമ്മൾ പറഞ്ഞു ഉദാഹരണം. ആൻ ഈസ് ഇൻ ഹെർ കാർ. ഷീ ഈസ് ഡ്രൈവിംഗ്. ഷീ ഈസ് ഡ്രൈവിംഗ്. അവിടെ ഷീ എന്നതിൻ്റെ കൂടെ ഈസ് ചേർക്കുന്നു. ഷീ ഈസ് ഡ്രൈവിംഗ്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഇനി അതേ സമയത്ത് യു എന്നാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും? യു ആർ ഡ്രൈവിംഗ്. യു ആർ ഡ്രിങ്കിങ്. യു ആർ സ്പീക്കിംഗ്. ഓക്കെ, അതുപോലെ തന്നെയാണ് വി അല്ലെങ്കിൽ ദേ എന്ന ബഹുവചനങ്ങളൊക്കെ വരുമ്പോഴും ആർ ഉപയോഗിക്കുന്നു. ദേ ആർ സ്പീക്കിംഗ്. ദേ ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. വി ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. വി ആർ പ്ലേയിങ് ഫുട്ബോൾ. ഞങ്ങളിപ്പോൾ ഫുട്ബോൾ കളിക്കുകയാണ്. വി ആർ വാച്ചിങ് ക്രിക്കറ്റ് മാച്ച്. വി ആർ വാച്ചിങ് ക്രിക്കറ്റ് മാച്ച്. അപ്പോൾ മനസ്സിലായല്ലോ. ഐ, യു, ദേ, വി തുടങ്ങിയവയുടെ കൂടെ ആറെന്നും, അതേസമയം തന്നെ ഹി, ഷീ, ഇറ്റ് തുടങ്ങിയവയുടെ കൂടെ ഇറ്റ് ഈസ് വർക്കിംഗ്, ഷീ ഈസ് വർക്കിംഗ്, ഹി ഈസ് വർക്കിംഗ്, അതിൻ്റെയൊക്കെ കൂടെ ഈസ് എന്നും, ഐ ആണെങ്കിൽ ഐ ആം സ്പീക്കിംഗ്, ഐ ആം ഡ്രിങ്കിങ്, അതിൻ്റെ കൂടെ ആം എന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റൈറ്റ്? സോ ആം, ഈസ്, ആർ എന്ന ഓക്സിലറി
മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരം സെൻറ്റൻസുകൾ പറയാൻ വേണ്ടിയാണ്. മീൻസ് ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് ഡൂയിങ് സംതിങ്. I am in the middle of doing something. I have started doing it. I haven't finished yet. Something doing. ഞാനിപ്പോൾ അത് ചെയ്യുകയാണ്. ഓക്കെ, കൂടുതൽ ഉദാഹരണങ്ങൾ കോണ്ടെക്സ്റ്റലായുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്കതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്ലീസ് ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്. പ്ലീസ് ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്. ഐ ആം വർക്കിംഗ്. ഐ ആം വർക്കിംഗ്. ഞാൻ വർക്ക് ചെയ്യുകയാണ്. പ്ലീസ് ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ ഐ വർക്ക് എന്നല്ല പറയുക, ഐ ആം വർക്കിംഗ്. മാർഗരറ്റിനെ അന്വേഷിക്കുകയാണ് നമ്മൾ. വേർ ഈസ് മാർഗരറ്റ്? വേർ ഈസ് മാർഗരറ്റ്? അപ്പോൾ നമുക്ക് റിപ്ലൈ കിട്ടി. ഷീ ഈസ് ഹാവിങ് എ ബാത്ത്. ഷീ ഈസ് ഹാവിങ് എ ബാത്ത്. ഓ, മാർഗരറ്റ് കുളിക്കുകയാണ്. ഷീ ഈസ് ഹാവിങ് എ ബാത്ത്. അവിടെ നമ്മൾ ഷീ ഹാസ് എ ബാത്ത് എന്നല്ല ഉപയോഗിക്കേണ്ടത്, ഷീ ഈസ് ഹാവിങ് എ ബാത്ത്. റൈറ്റ്? നെക്സ്റ്റ് എക്സാമ്പിൾ. ലെറ്റ്സ് ഗോ ഔട്ട് നൗ. ലെറ്റ്സ് ഗോ ഔട്ട് നൗ. ഇറ്റ് ഈസിൻറ്റ് റൈനിങ്. ഇറ്റ് ഈസിൻറ്റ് റൈനിങ് എനിമോർ. ഇറ്റ് ഈസിൻറ്റ് റൈനിങ് എനിമോർ. അവിടെ ഇറ്റ് ഡസ് റൈൻ എന്നാൽ ഇറ്റ് ഡസിൻറ്റ് റൈൻ എന്നല്ല ഉപയോഗിക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് റൈനിങ്. ഇറ്റ് ഈസിൻറ്റ് റൈനിങ് എനിമോർ. ഓക്കെ, ഇപ്പോൾ മഴ പെയ്യുന്നില്ല. നമ്മളൊരു പാർട്ടിക്ക് ചെന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട് ജെയിനുണ്ട് അവിടെ. ഹലോ ജെയിൻ, ആർ യു എൻജോയിങ് ദ പാർട്ടി? ഹലോ ജെയിൻ, ആർ യു എൻജോയിങ് ദ പാർട്ടി? പാർട്ടി എൻജോയ് ചെയ്യുകയാണോ? അവിടെ ഡു യു എൻജോയ് എന്നല്ല പറയേണ്ടത്, ആർ യു എൻജോയിങ് ദ പാർട്ടി? യെസ്, ഐ ആം എൻജോയിങ്. Definitely I am enjoying. Okay? Jane, hello Jane. Are you enjoying the party? Another example. I am tired. I am tired. I am going to bed. I am tired. I am going to bed. Good night. I am tired. I am going to bed. Good night. ഞാൻ പോവുകയാണ് ബെഡിലേക്ക്. സോ ഐ ആം ഗോയിങ് ടു ബെഡ്. മനസ്സിലായി കാണുമല്ലോ. ഇനി മറ്റേതെല്ലാം കോണ്ടക്സ്റ്റുകളിലാണ് ആം ഈസ് ആർ പ്രധാനമായും വരുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അറ്റ് പ്രസൻറ്റിൽ നമ്മൾ ഒരു വർക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേക്കുറിച്ച് സംസാരിക്കുന്നു. ആ സമയത്താണ് പ്രധാനമായും നമ്മളിങ്ങനെ പറയുന്നത്. ഐ ആം വർക്കിംഗ്, ഐ ആം ടോക്കിംഗ്, ഐ ആം സിംഗിങ്, ഐ ആം ഡ്രിങ്കിങ്, ഐ ആം ഈറ്റിംഗ്, ഐ ആം ഹാവിങ്, അങ്ങനെയൊക്കെ പറയുന്നത്. ഇനി അതല്ലാത്ത കോണ്ടക്സ്റ്റുകളിൽ, ഉദാഹരണത്തിന് നമ്മൾ ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് പറയുന്ന സമയത്ത് തന്നെ ചെയ്തുകൊള്ളണമെന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ഫിനിഷ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമ്മൾ ഇതുപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഒരു സെൻറ്റൻസ് നോക്കാം. ഹോട്ടലിൽ നിന്ന് സംസാരിക്കുന്ന നമ്മുടെ ബാബുവും ബിബുവും, ബാബു ബിബുവിനോട് പറയുകയാണ്, ഐ ആം റീഡിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഐ ആം റീഡിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഐ വിൽ ലെൻഡ് ഇറ്റ് ടു യു if I have finished. I am reading an interesting book at the moment. അതാ പറയുന്ന സമയത്ത് ബാബു വായിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ബാബു അത് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്, അത് ഫിനിഷ് ചെയ്തിട്ടില്ല. അതേക്കുറിച്ചാണ് ബിബുവിനോട് സംസാരിക്കുന്നത്. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്ക് വായിക്കുന്നുണ്ട്. ഇഫ് ഐ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് ഐ വിൽ ലെൻഡ് ഇറ്റ് യു. ഞാനത് നിനക്ക് വായിക്കാൻ തരും. മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞു നോക്കാം. Catherine wants to work in Italy, so she is learning Italian. So she is learning Italian. That means ആ സംസാരിക്കുന്ന മൊമെൻറ്റിൽ അത് ചെയ്യുന്നില്ലെങ്കിലും she has started it and she hasn't finished it yet. റൈറ്റ്? അപ്പോൾ അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. ആൻഡ് ഓൾസോ നമ്മൾ സംസാരിക്കുന്ന മൊമെൻറ്റിൻ്റെ എറൗണ്ടായിട്ടുള്ള സമയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ആം ഈസ് ആർ ഉപയോഗിച്ചുകൊണ്ട് പറയാറുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. യു ആർ വർക്കിംഗ് ഹാർഡ് ടുഡേ. യു ആർ വർക്കിംഗ് ഹാർഡ് ടുഡേ. യെസ്, ഐ ഹാവ് ടു ഡു എ ലോട്ട്. യു ആർ വർക്കിംഗ് ഹാർഡ് ടുഡേ. ഇന്ന് നിങ്ങൾ വല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ.
യെസ്, ഐ ഹാവ് ടു ഡു എ ലോട്ട്. അവിടെ നമ്മൾ യു വർക്ക് ഹാർഡ് ടുഡേ എന്നല്ല പറയുക, യു ആർ വർക്കിംഗ് ഹാർഡ് ടുഡേ. സൂസൻ ഈ ആഴ്ചയിൽ ജോലി ചെയ്യുന്നുണ്ടോ? സൂസൻ ഈ ആഴ്ചയിൽ ജോലി ചെയ്യുന്നുണ്ടോ? ഈസ് സൂസൻ വർക്കിംഗ് ദിസ് വീക്ക്? നോ, ഷീസ് ഓൺ ഹോളിഡേ. ഈസ് സൂസൻ വർക്കിംഗ് ദിസ് വീക്ക്? നോ, ഷീസ് ഓൺ ഹോളിഡേ. അവിടെ ഡസ് സൂസൻ വർക്ക് എന്നല്ല ചോദിക്കുന്നത്, മറിച്ച് ഈസ് സൂസൻ വർക്കിംഗ് ദിസ് വീക്ക്? ഈ ആഴ്ച, അതല്ലെങ്കിൽ ഇന്ന്, അങ്ങനെ നമ്മൾ പറയുന്ന സമയത്തോട് ചേർത്ത് പറയുമ്പോൾ അതിനെക്കുറിച്ചും അവിടെയും നമ്മൾ ആം, ഈസ്, ആർ ഉപയോഗിച്ചുകൊണ്ട് ING ഫോമിലാണ് സംസാരിക്കുന്നത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ഓക്കെ. അതുപോലെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ അടുത്തായി ഉണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അടുത്ത് മീൻസ് ആ ഒരു സമയത്ത് അതിനോടടുത്ത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ദ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ് ഈസ് റൈസിങ് വെരി ഫാസ്റ്റ്. ദ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ് ഈസ് റൈസിങ് വെരി ഫാസ്റ്റ്. അവിടെ റൈസ്, പോപ്പുലേഷൻ ഓഫ് വേൾഡ് റൈസിസ് എന്നല്ല ഉപയോഗിക്കുന്നത്, ഈസ് റൈസിങ്, ഈസ് റൈസിങ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇംഗ്ലീഷ് ഇപ്പോൾ ഉഷാറാവുന്നുണ്ടോ? ബെറ്റർ ആവുന്നുണ്ടോ? ഈസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റിംഗ് ബെറ്റർ? ഈസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റിംഗ് ബെറ്റർ? അവിടെ ഗെറ്റ് ബെറ്റർ എന്നല്ല ഉപയോഗിക്കേണ്ടത്, ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ഈസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റിംഗ് ബെറ്റർ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആം, ഈസ്, ആർ ഉപയോഗിക്കുന്ന വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകൾ. ഫ്യൂച്ചറിസ്റ്റിക് ആക്ഷനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയും നമ്മൾ ആം, ഈസ്, ആർ ഉപയോഗിക്കും. അതേക്കുറിച്ച് നമുക്ക് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയി സംസാരിക്കാം. പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതാനും ഹോംവർക്കുകളുണ്ട്, അതും കൂടെ ചെയ്താൽ നമ്മൾ കൂടുതൽ തറോ ആവും. ഹോപ്പ് യു വിൽ ഡു ഇറ്റ്. See you again in the next video. Thank you. Bye bye. Take care.